ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാർക്ക് പരൂസിയ ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം. നാം 2024 ആണ്ടിലെ ആഗമനത്തിലെ അന്ത്യമണിക്കൂറുകളിലേക്ക്, അന്ത്യദിനത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. സവിശേഷമായി ഈ ദിനം എനിക്ക് വല്ലാത്ത ഒരു ചിന്ത ഈ ദിനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യേശു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി പല ഇടവകൾ തോറും ഒന്ന് ചുറ്റിക്കറങ്ങുവാനായി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ചുറ്റിക്കറങ്ങലിന് കാരണം പല ഇടവകളിലും പ്രത്യേകം സമയം മാറ്റിവെച്ച് കുമ്പസാരമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് ഇടത്തേക്ക് ആളുകൾ ഓടിയെത്തുകയാണ്, കുമ്പസാരിക്കുകയാണ്. ഇന്നുവരെ അത് തീർന്നിട്ടില്ല. നാളെയും ചില ഇടവകളിൽ ഉള്ളതായിട്ട് എനിക്കറിയാൻ സാധിച്ചു. ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ വികാരിയച്ഛന്മാർ ഇത്രയും പാടുപെടുന്നത്? എൻ്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് വികാരിയച്ഛന്മാരുടെ മനസ്സ് ഞാൻ വായിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ്: എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവജനം രക്ഷകനായ യേശു വരുമ്പോൾ രണ്ടാം വരവ് ഏത് സമയമാണെന്നോ, ഏത് ദിവസമാണെന്നോ, ഏത് ആഴ്ചയാണെന്നോ, ഏത് മാസമാണെന്നോ, ഏത് വർഷമാണെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ എൻ്റെ ജനം സദാ ജാഗരൂകതയോടുകൂടി ഇരുന്ന് വിശുദ്ധരായിരുന്നു കൊണ്ട് അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ പോകുന്നതിന് അവനെ സ്വീകരിക്കാനായി സജ്ജരായിരിക്കണം. ഓരോ ഇടവകളിലെയും ഈ കുമ്പസാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത അത് തന്നെയാണ്. ഈ ദൈവജനം ഒരിക്കലും എൻ്റെ ഇടവക സമൂഹത്തിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനം ഒരിക്കലും യേശു വരുമ്പോൾ അവനെ സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. അവനെ സ്വീകരിക്കണം. അവൻ്റെ കൂടെ തന്മയത്വത്തോടുകൂടെ കൈയും പിടിച്ച് പോകാനായി തയ്യാറായിരിക്കണം. അതുകൊണ്ട് അത് ഏത് ദിവസമാണെന്നോ, ഏത് ആഴ്ചയാണെന്നോ, ഏത് മണിക്കൂറാണെന്നോ, ഏത് വർഷമാണെന്നോ അറിഞ്ഞുകൂടാത്തതിന് സദാ ജാഗരൂകരായിരിക്കണം. അത് തന്നെയല്ലേ കർത്താവായ യേശു 2024 ആണ്ടിലെ ആഗമനകാലം ആരംഭിക്കുന്ന ഡിസംബർ മാസം 1-ാം തീയതി സുവിശേഷം നാം ധ്യാനിച്ചപ്പോൾ അവസാനത്തെ വചനം ഇപ്രകാരം നമ്മെ ധ്യാനിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 21-ന്റെ 36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതെ, ജാഗരൂകരായിരിക്കുവിൻ. പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഏത് സമയവും റെഡിയായിട്ടിരിക്കണമെന്ന് സാരം. പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവിൻ്റെ വചനം കൊണ്ടെത്തിച്ചത് പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 16, 17, 18 തിരുവചനങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. 1 തെസ്സലോനിക്ക 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവിൻ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ഹിതം മനസ്സിലാക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും, എപ്പോഴും കൃതജ്ഞത അർപ്പിക്കുവാനും. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് 4:30 മണിക്കാണെങ്കിൽ ആ നിമിഷം മുതൽ ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയം 10 മണിയോ 10:30 മണിയോ ആണെങ്കിൽ ആ നിമിഷം വരെ ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് സാരം. എന്താണ് ഇടവിടാതെ പ്രാർത്ഥന എന്ന് മനസ്സിലായെങ്കിൽ എന്താണ് പ്രാർത്ഥന എന്നിവിടെ മനസ്സിലാക്കുന്നത് അല്പം ഉചിതം ആയിരിക്കുമെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ആദ്യ കുർബാന സമയത്ത് എന്നെ പഠിപ്പിച്ചത് പ്രാർത്ഥന എന്നാൽ ഞാനും ദൈവവുമായുള്ള, ഞാനും യേശുവുമായുള്ള സംഭാഷണമാണ്. സംഭാഷണമെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ യേശു കേട്ടുകൊണ്ടിരിക്കും, യേശു സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. സഭാമാതാവ് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രാർത്ഥനാ രീതികളുണ്ട്. പ്രഭാത പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന,
ദിവ്യബലി അർപ്പണം, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുന്നത്, കരുണയുടെ ജപമാല, ഇങ്ങനെയുള്ള ഒരുപാട് ഭക്താഭ്യാസങ്ങൾ സഭ പറഞ്ഞതും ഓരോ വ്യക്തികൾ രൂപപ്പെടുത്തിയതുമുണ്ട്. അതുകൂടാതെ, അത് മാറ്റിവെക്കണമെന്നല്ല, അതുകൂടാതെ ഓരോ നിമിഷവും ഞാൻ യേശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് സാരം. യേശു പറയുന്നത് ഞാൻ കേൾക്കുവാനും ഞാൻ പറയുന്നതിലൊക്കെ യേശുവിൻ്റെ അടുത്ത് സമർപ്പിക്കുവാനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദിവസം, ഈ മണിക്കൂർ, ഈ സമയം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും, ഒരു നിമിഷം പോലും ആ ജാഗരൂകത വിടാതെ ഏത് നിമിഷവും യേശു വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കുവാനും, പരിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിച്ച ശക്തിയിൽ ഞാൻ ഊർജ്ജസ്വലതയോടെ അവിടുത്തെ കാത്തിരിക്കുവാനും, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വിട്ട് കളിയില്ല, വിശുദ്ധിയോടുകൂടെ ഞാൻ തന്മയത്വത്തോടുകൂടെ ഇരുന്നാൽ യേശു വരുമ്പോൾ അവിടുത്തെ നന്നായി സ്വീകരിക്കുവാൻ, തന്മയത്തോടെ സ്വീകരിക്കുവാൻ, അവൻ്റെ കൈയും പിടിച്ച് പോകുവാനാ എനിക്ക് സാധിക്കും. അതിനായി ഈ ദിനം സവിശേഷമായി നമ്മെ ഒരുക്കുന്നതിന് നമുക്ക് വിനിയോഗിക്കാം. സർവേശ്വരൻ്റെ കൃപയും അനുഗ്രഹവും ആഗതനാകുന്ന ക്രിസ്തുവിനെ ഏറ്റവും സന്തുഷ്ടത്തോടെ സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.